ഹായ് ഫ്രണ്ട്സ്, നാച്ചുറൽ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷൈൻദീപ്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെയാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പോലീസും നമ്മളെ ഗവൺമെൻറ്റും പറയുന്ന മാർഗ്ഗനിർദ്ദേശങ്ങളൊക്കെ കേട്ട് നിങ്ങളെല്ലാം വീട്ടിൽ തന്നെ ഇരിക്കുക. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചില്ലി ഗോപിയാണ്, ചൈനീസ് ഡിഷ്. കഴിഞ്ഞ 2 വീഡിയോസും എല്ലാവരും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. ആദ്യമായി ഇഷ്ടിക വെച്ച് ഒരു അടുപ്പ് സെറ്റ് ചെയ്യാം. ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: കോളിഫ്ലവർ നല്ല ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞളിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴുകി മാറ്റി വെക്കുക. 2 വലിയ ക്യാപ്സിക്കം ക്യൂബ്സായിട്ട് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഒരു 5 വെല്ലുള്ളി ഇതേപോലെ കട്ട് ചെയ്തത്. കോൺഫ്ലവർ 1 കപ്പ്, ചുവന്ന മുളക് 4, ചില്ലി ഫ്ലേക്സ് 1 ടേബിൾ സ്പൂൺ, മുട്ട 2, അരിപ്പൊടി 3 ടേബിൾ സ്പൂൺ, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, വിനാഗിരി 3 ടേബിൾ സ്പൂൺ, സോയ സോസ് 5 ടേബിൾ സ്പൂൺ, മൈദ 1/2 കപ്പ്, റെഡ് ചില്ലി സോസ് 4 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 50 ഗ്രാം, ഇഞ്ചി 1 വലിയ പീസ്, ഉപ്പ് ആവശ്യത്തിന്, കുരുമുളക് പൊടി 4 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 6 ടേബിൾ സ്പൂൺ. കോളിഫ്ലവർ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്കൊരു ബാറ്റർ വേണം. അതിനു വേണ്ടി കോൺഫ്ലവർ മൈദയെല്ലാം മിക്സ് ചെയ്യാം. 3.5 സ്പൂണ് കോൺഫ്ലവർ, ഒരു 3 സ്പൂൺ മൈദ, ഒരു 2.5 സ്പൂണ് അരിപ്പൊടി. ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഇടുന്നത്. ഒരു 2.5 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, ഒന്നര സ്പൂണ് കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, ഒരു ഏകദേശം 1 സ്പൂണ് വിനാഗിരി, 2 സ്പൂണ് സോയാ സോസ്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിടുക. ഈ മുട്ടയെല്ലാം മിക്സ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാടങ്ങ് ഒഴിക്കരുത്. ഈ കൂട്ടിന് കുറച്ച് തിക്നെസ് വേണം. നമ്മൾ ഈ കോളിഫ്ലവർ കഴുകുമ്പോൾ നല്ല ചൂടുവെള്ളത്തിൽ 2 സ്പൂൺ മഞ്ഞളും ഉപ്പും ചേർത്ത് വെച്ചാണ് കഴുകിയത്. കോളിഫ്ലവറിലെ അണുക്കളൊക്കെ നശിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ലൊരു മഞ്ഞ നിറം ഇതിന് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിലെ ഏകദേശം ഒരു 30 വർഷം പഴക്കമുള്ള പഴയ ഒരു മാവാണ്. ഇത് അതിനോട് ചേർന്നുള്ള ഒരു സപ്പോട്ട മരമാണ്. 2 മരങ്ങളും ഒരുപാട് കിളികളുടെ ആവാസ കേന്ദ്രം കൂടിയാണ്. റെസ്റ്റ് ചെയ്യാൻ വെച്ച കോളിഫ്ലവർ
ഒന്നും കൂടി മിക്സ് ചെയ്ത് ഒരു ചട്ടി വെച്ച് നമുക്ക് ചൂടാക്കിയെടുക്കാം. ചൂടായ ചട്ടിയിലേക്ക് ഓയിൽ ഒഴിക്കുക. ഇപ്പം നമ്മളെ എണ്ണ ഇപ്പം നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത കോളിഫ്ലവർ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. അധികം ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യണ്ട, കുറച്ചിട്ട് ഒരു നമ്മളെ കോളിഫ്ലവർ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അത് ഈ ഒരു കളറാകുമ്പോൾ അത് വറുത്ത് കോരി വേറെ ഡിഷിലേക്ക് മാറ്റി വെക്കാം. ഇതിനായി ഒരു സോസ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി വെച്ച് ചൂടാക്കുക. അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത കുറച്ച് എണ്ണ ഒഴിക്കുക. അപ്പോൾ നമുക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്, 1-2 ഗസ്റ്റ് ഉണ്ട്, ചീഫ് ഗസ്റ്റ്. ടേസ്റ്റ് നോക്കാൻ വന്നാൽ നമ്മൾ ഫ്രൈ ചെയ്ത കോളിഫ്ലവറൊക്കെ എങ്ങനെയുണ്ട് ടേസ്റ്റ് നോക്കാൻ വന്നാൽ നമ്മളെ കുട്ടീസ് ഉണ്ട്. അപ്പം നമ്മൾ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുന്നുണ്ട്. നമ്മൾ എണ്ണ പതച്ച് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ വലിയ ഉള്ളി ഇതെല്ലാം ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. ക്യാപ്സിക്കം, ഇതിൻ്റെ സെൻട്രലായിട്ട് ഇങ്ങനെ കുറച്ച് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഒരു 1.5 സ്പൂണ് കുരുമുളക് പൊടിയും ഒരു 3 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും. ഇത് നമ്മൾ വഴണ്ടി വരുമ്പോൾ നമുക്ക് വേറെ ഫുഡ് കളറൊന്നും ചേർക്കണ്ട, ഇതിന് നല്ല കളറ് കിട്ടും. പിന്നെ ചില്ലി ഫ്ലേക്സ്, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 1.5 ടേബിൾ സ്പൂൺ വിനീഗർ, പിന്നെ നമ്മളെ ചുവന്ന മുളക്, ഇനി നമുക്ക് സോയാ സോസ്, പിന്നെ റെഡ് ചില്ലി സോസ്. അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യാം. നമ്മൾ നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ. ഇനി അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ നിലത്തുനിന്ന് പോലെ പതുക്കെ അങ്ങ് തട്ടിക്കൊടുക്കുക. കോളിഫ്ലവറും ഈ സോസും കൂടി നല്ലവണ്ണം മിക്സ് ചെയ്യുക. അവസാനമായി കുറച്ച് മല്ലിച്ചപ്പ്. ഇപ്പം നമ്മളെ ചില്ലി ഗോബി ആയി. ഇനി അത് മെല്ലെ അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കാം.
അതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ ചില്ലി ഗോബി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെന്തായാലും വീട്ടിൽ വെച്ച് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒന്നും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുക, എല്ലാവരും വീട്ടിൽ തന്നെ സേഫായിരിക്കുക. നമ്മുടെ പോലീസും ഗവൺമെൻറ്റൊക്കെ പറയുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.